ഹായ് ഗൈസ്. സോ നിങ്ങൾ ബൈൻഡൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞു അല്ലേ? സോ നിങ്ങൾ ബൈൻഡ് പഠിച്ച ശേഷം ചിലപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവും കുറച്ചും കൂടി ബൈൻഡിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേരും കൂടിയും കാണാൻ പറ്റും, കോളും അപ്ലൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫംഗ്ഷനും കൂടിയും കാണാൻ പറ്റും. സോ ബേസിക്കലി ഇവർ രണ്ടും ബൈൻഡ് പോലെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫംഗ്ഷനിലേക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണമെന്ന് സെറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ആക്ച്വലി രണ്ട് ഫംഗ്ഷനും. പക്ഷേ ബൈൻഡ് മെയിൻ ഡിഫറൻസ് വെച്ചാൽ ബൈൻഡ് ഫംഗ്ഷൻ ഇമീഡിയറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഫംഗ്ഷനെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു, നമുക്ക് ആ ഒരു ആക്ഷൻ നടക്കുമ്പോൾ നമ്മളത് കോൾ ചെയ്യുന്നു. ഒന്നെങ്കിൽ ബ്രൗസർ കോൾ ചെയ്യും, അല്ലെങ്കിൽ ലേറ്ററും നമുക്ക് കോൾ ചെയ്യാൻ പറ്റും ആക്ച്വലി ബൈൻഡ് മെത്തേഡ്. പക്ഷേ ഈ ബേസിക്കലി കോൾ മെത്തേഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമീഡിയറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്ലൈയും അതുപോലെ തന്നെയാണ്, ഇമീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യും. സോ ബൈൻഡ് നമുക്ക് പറയാൻ പറ്റും പ്രിപ്പയർ നൗ റൺ ലേറ്റർ എന്ന് പറയാൻ പറ്റും. പക്ഷേ കോൾ അല്ലെങ്കിൽ അപ്ലൈ റൺ നൗ മെത്തേഡ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇമീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് എക്സിക്യൂഷൻസ് വേണ്ട, കാരണം ഇമ്മീഡിയറ്റ് കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലായി തന്നെ നമുക്ക് എഴുതേണ്ടി വരും. എന്താ പറയുക, ടെസ്റ്റ് ഫംഗ്ഷനോ മൈ ഫംഗ്ഷനോ എന്ന് കോൾ ചെയ്താൽ മതി. സോ കോൾ അല്ലെങ്കിൽ അപ്ലൈ റിയൽറ്റീവ്സ് ഇപ്പോൾ നമുക്ക് അത്ര ഹെൽപ്ഫുൾ അല്ല നമ്മുടെ ഈ പ്രൊജക്റ്റിൽ. സോ അതുകൊണ്ട് ഞാൻ ലേറ്ററാണ് ഗോ ത്രൂ ചെയ്യുന്നത്. ഈ കോൾ മെത്തേഡ് അപ്ലൈ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ നമുക്ക് ഗോ ത്രൂ ചെയ്യാം. എസ്പെഷ്യലി നമുക്ക് ദിസ് കീവേഡ് എന്താണെന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഈ കറണ്ട് ഒബ്ജക്റ്റ് ദിസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒബ്ജക്റ്റ് ആണ്. സോ അതെന്താണ് ദിസ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ അതിന് ശേഷമൊക്കെ നമുക്ക് കോളും അപ്ലൈ ഒക്കെ പഠിക്കാം. ഓക്കെ, സോ ഇപ്പം ഞാൻ പറയുന്നത് ജസ്റ്റ് നെയിംസ് ത്രോ ചെയ്യാണ്. ലൈക്ക് കോൾ അപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ കോളിന് അപ്ലൈ കണ്ട കൺഫ്യൂഷൻ ആവേണ്ട. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ ഓൺ ഞാൻ അതൊക്കെ കവർ ചെയ്യുന്നതാണ്. സോ ഫംഗ്ഷൻസിൽ ബേസിക്കലി നല്ല കണ്ടന്റ് ആയിരുന്നു അല്ലേ? നമ്മൾ ഫംഗ്ഷൻസൊക്കെ കുറേ കവർ ചെയ്തു. സോ ഫംഗ്ഷൻ സിൻടാക്സ് 3 പറഞ്ഞു. ഫംഗ്ഷൻ കീവേഡ് വെച്ചു, ഫംഗ്ഷൻ എക്സ്പ്രഷൻ വെച്ചും ആരോ ഫംഗ്ഷൻസൊക്കെ വെച്ച് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഷോർട്ട് സിൻടാക്സ് എങ്ങനെ റൈറ്റ് ചെയ്യാം, പിന്നെ എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം, ഫംഗ്ഷൻ റീയൂസ് ചെയ്യാമെന്നൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ ഫംഗ്ഷൻ ഫ്ലെക്സിബിൾ ആക്കിയുള്ള സൂപ്പർ ഹാൻഡി മെത്തേഡ്സ് നമ്മൾ ചെക്ക് ചെയ്തു ഡീഫോൾട്ട് പാരാമീറ്റർ വെച്ചിട്ട്. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സിന് ആയിട്ട് മെർജ് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കി. പിന്നെ റീയൂസബിൾ ഫംഗ്ഷൻ എഴുതാൻ ഒരു ഗ്രേറ്റ് ഫീച്ചറാണ് ബേസിക്കലി. നമ്മളെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് വരുമ്പോൾ വേണമെങ്കിൽ ആയിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തത് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ബൈൻഡാണ്. എസ്പെഷ്യലി ഈവൻ ലിസണേഴ്സ് പോലുള്ള പ്ലേസിലൊക്കെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യില്ല, ബ്രൗസറിന് കോൾ ചെയ്യുക. അപ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് ബൈൻഡൊക്കെയാണ്. സോ അത് പെർഫെക്റ്റ് ആണ് ആ ടൈമിലൊക്കെ ബൈൻഡ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷനെ ആർഗ്യുമെൻ്റായി പാസ് ചെയ്ത് ഇൻസൈഡ് മറ്റൊരു ഫംഗ്ഷനിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി. ഓക്കെ, പിന്നെ നമ്മൾ ഗോ ത്രൂ ചെയ്ത് നെസ്റ്റഡ് അല്ലെങ്കിൽ ഇന്നർ ഫംഗ്ഷൻസ് ആണ്. സോ ഇപ്പോൾ അത്ര നമ്മൾ യൂസ് ചെയ്യേണ്ടി വരില്ല. ലേറ്റർ ക്ലോഷേഴ്സും പെർഫോമൻസ് ഇംപ്ലിക്കേഷനൊക്കെ നമ്മൾ കവർ ചെയ്യുന്ന ടൈമിൽ ഡീപ്പറായിട്ടൊക്കെ ആ മെത്തേഡ്സൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യും. സോ ഓവറോൾ ഫംഗ്ഷൻ ഫീച്ചേഴ്സ് ഒരു ബിഗ് ചങ്ക് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും. അത് അത്യാവശ്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബേസിക്കലി നിങ്ങൾക്ക് ഇനി പ്രൊജക്ട്സിലൊക്കെ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും ആക്ച്വലി ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നതും. സോ അതാണ് ഫങ്ഷൻസ് നമ്മൾ കവർ ചെയ്തത്. സോ ഇനി നമ്മൾ പ്യുവർ സിൻടാക്സ് ഒക്കെ വിട്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ നെക്സ്റ്റ് റിയൽ പവറായ സൈഡിലേക്കാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്നാണ് ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നത് ഞാൻ. ഓക്കെ, സോ ഇതുവരെ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ സ്മോൾ പ്രൊജക്റ്റിൽ ഞാൻ നിങ്ങളോടൊരു vendor.js ഫയൽ തന്നിരുന്നു അല്ലേ? സോ അതിൽ ബ്ലാക്ക് ബോക്സ് കോഡ് എന്ന് പറഞ്ഞൊക്കെ പറയാൻ പറ്റും. അത് ബ്ലാക്ക് ബോക്സ് കോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് HTML എലമെൻറ്റ്സിലേക്ക് കണക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു ആക്ച്വലി ആ vendor.jsൽ നിന്ന്. സോ നമ്മൾ തന്നെ HTML ഡോക്യുമെൻറ്റോട് കണക്ട് ചെയ്യാനിപ്പോൾ പഠിക്കണം. എങ്ങനെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് വെച്ച് HTML കണക്ട് ചെയ്യുക, HTML ഡോക്യുമെൻറ്റോട് എങ്ങനെ കണക്ട് ചെയ്യാന്നൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടതുണ്ട്. സോ കാരണം കണക്ഷൻ സെറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചധികം വഴികളുണ്ട് ഇവിടെ. സോ അത് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ HTML കോഡ് എങ്ങനെ ലോഡ് ആകുന്നു എന്ന് നമുക്കതിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ് ഡോം എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ജാവാസ്ക്രിപ്റ്റ് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്, നോഡ് ആൻഡ് എലമെൻറ്റ്സ് എന്താണ്, ഡോം നോട്ട്സ് ക്വറി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹൗ ടു സെലക്ട് എലമെൻറ്റ്സ് അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഡോം ട്രാവേഴ്സ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മൂവ് അറൗണ്ട് നാവിഗേറ്റ് എങ്ങനെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോം മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്റ്റൈൽ ചേഞ്ചസ് ടെക്സ്റ്റ് ചേഞ്ചൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ന്യൂ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചധികം ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട് ഇനി അങ്ങോട്ട്. സോ ബേസിക്കലി നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത് ഡോമിനെ കുറിച്ച് ഡീറ്റെയിൽ ഐഡിയ ആണ്. എന്താണ് ഡോം, എങ്ങനെയാണ് ഡോമൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത് കുറച്ചധികം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് വഴി HTML ഡോക്യുമെൻ്റൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ട്. സോ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചെന്നുള്ളൂ. ഇതാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.